നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: +2 സേയോടൊപ്പം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഏത് കോഴ്സ് പഠിക്കാം? അതിനുള്ള ഉത്തരങ്ങളല്ല ഇതിനകത്തുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. പല കുട്ടികളും പറയുന്നുണ്ട്, ഞങ്ങൾ ജർമ്മൻ പഠിക്കാൻ പോകുന്നുണ്ട് സാറേ, ഞങ്ങൾ ഇപ്പോൾ വിദേശത്ത് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ തോറ്റതോടുകൂടി അതെല്ലാം ഞങ്ങൾ പിന്മാറി, ഞങ്ങൾ പോളിടെക്നിക്കിന് പോവുകയാണ്, 10ാം ക്ലാസ് വെച്ചിട്ട് പോളിടെക്നിക്ക് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ITIക്ക് പോവാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞത്, നമ്മൾ +1 +2 ഇത്ര എത്തി, നിങ്ങൾ എഴുതിയെടുക്കാതെ പോയാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ജോലിയും നിങ്ങൾക്ക് കിട്ടൂലെന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആയിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ അത് 10ാം ക്ലാസ് ആയിരുന്നു. അന്ന് ഒരുപാട് പേര് ഗൾഫിൽ പോവുകയും പല സ്ഥലങ്ങളിൽ, ഇപ്പൊ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോവുകയും വിദേശത്ത് പോകാൻ അന്നേരം പറ്റത്തില്ല, എന്നാൽ പോലും പലയിടങ്ങളിലും ചാടിപ്പോയത് 10ാം ക്ലാസ്. ഇപ്പൊ +2 ബേസിക് ക്വാളിഫിക്കേഷനായി. വിദേശ രാജ്യങ്ങളിലായാലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം +2 പാസ്സായാൽ. ഏത് കോഴ്സ് എടുക്കാം +2 പാസ്സായാൽ. അന്നേരം +2 വിട്ട് കളയാതെ +2നോടൊപ്പം നിങ്ങൾക്ക് ഏത് കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റും. അന്നേരം +2 നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂർ പഠിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അരമണിക്കൂർ പഠിച്ചാൽ മതി. മൊത്തത്തിൽ 10 മണിക്കൂർ പഠിക്കാൻ കാണത്തുള്ളൂ. നിങ്ങൾക്ക് അന്നേരം ഈസി ആയിട്ട് ഏത് കോഴ്സ് വേണമെങ്കിലും പഠിക്കുകയും ചെയ്യാം. അന്നേരം ഇത് റെക്കോർഡ് ക്ലാസ്സുമാണ്, ഏത് സമയം ക്ലാസ്സിൽ കാണാം. ലൈവ് ക്ലാസ് ആണെങ്കിലും നമുക്ക് മിസ്സായാൻ ബുദ്ധിമുട്ടുള്ളൂ. ഇത് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ഏത് സമയം ക്ലാസ് കാണാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും പഠിക്കുന്നതിന് ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ പഠിച്ചാലും മതി. ആഴ്ചയിൽ അതിപ്പോ 3 വിഷയം പോയിട്ടുള്ളവരാണെങ്കിൽ ആഴ്ച 2 മണിക്കൂർ പഠിച്ചാൽ മതി. പക്ഷെ ഇതിനോടൊപ്പം നമ്മൾ ഒരു വർഷം കളയുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 8 മാസമുണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞ ശേഷം 4 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് ഒരു കോഴ്സ്, ഒരു വർഷത്തെ കോഴ്സ് എടുക്കുന്ന, 6 മാസത്തെ കോഴ്സ് എടുക്കുന്നതിനോട് താല്പര്യമില്ല. ഒരു വർഷത്തെ കോഴ്സ് എടുക്കാം. ഉദാഹരണം, ഇപ്പം മെഡിക്കൽ രംഗങ്ങളിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. ഈ ഒരു വർഷമുള്ള കോഴ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം. അത് നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പോയി ഒരു ഡൂക്കിലി ഒരിടത്ത് പോയി ചേർന്ന് പൈസ അവർക്ക് കൊടുത്ത് പോയി ചേരരുത്. അതല്ലാതെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി നിങ്ങൾ ചേരുക. അതിന് ഇപ്പം മെഡിക്കൽ സ്ക്രൈബ് എന്നൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ലോജിസ്റ്റിക്സിനൊക്കെ ഒരുപാട് സാധ്യത ഉള്ളതാണ്. ഒരു വർഷമേ ഉള്ളൂ. അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ പലരും BTech സ്വപ്നം കണ്ടവരുണ്ടായിരിക്കും, ഡിഗ്രി സ്വപ്നം കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട്. അതൊക്കെ നമുക്ക് പറ്റും. +2 അങ്ങ് ഇതിന്റെ കൂട്ടത്തിൽ എഴുതിയതിനു ശേഷം അടുത്ത വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ +2 കഴിഞ്ഞ ശേഷം ഒരു വർഷം നമുക്ക് പോകുന്നില്ല, നമ്മുടെ കയ്യിൽ ഒരു കോഴ്സുമായി, ഒരു കോഴ്സ് എക്സ്ട്രാ ആയി. ബാക്കിയുള്ളവരെ കണ്ടി നമ്മൾ മുമ്പേ നിൽക്കണം. ബാക്കിയുള്ളവർ വേറെ കോഴ്സ്, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് BTechോ വിദേശത്തോ വല്ലതും പൊക്കോ, അവർ നമ്മുടെ കയ്യിൽ ഒരു കോഴ്സ് ഉണ്ട്. ഒരു ജോലി അധിഷ്ഠിതമായ ഒരു കോഴ്സ് പഠിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് 100 കണക്കിന് കോഴ്സുകളാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാൻ വേണം നോക്കാൻ. ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കണം. നിങ്ങൾ ചുമ്മാ പോയി അവിടെ പോയി പഠിച്ചിട്ടില്ല. നിങ്ങൾ പോയി അന്വേഷിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ പോയി അന്വേഷിക്കണം. നമ്മുടെ മക്കളുടെ ഭാവിയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പോയി അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം ഇതിനകത്ത് പ്ലേസ്മെന്റ് ഉണ്ടോ, ഒരു വർഷത്തിന് ഞങ്ങൾ ഈ പൈസ മുടക്കുന്നതിന് പ്രയോജനമുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് ചേർന്നിട്ട് ഈ പറഞ്ഞാൽ ആഴ്ച 2 ദിവസം പഠിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഏറ്റവും മാക്സിമം നിങ്ങൾ ഒരു വർഷം, അടുത്ത മാർച്ച് വരെ സേയോടൊപ്പം ഒരു കോഴ്സിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അന്നേരം നിങ്ങളും നല്ല എൻജോയ് ചെയ്യും, ആ കോഴ്സ് പഠിച്ച് തീരുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ മാർച്ച് ആകുമ്പോൾ നിങ്ങൾ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് പരീക്ഷയുടെ സമയത്ത് കുറച്ച് ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കോഴ്സ് നമ്മുടെ കിട്ടും, ഒപ്പം +2 നമ്മുടെ കിട്ടും. +2 കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾ നേടിയെടുക്കണം. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു വന്ന് +2 എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം വിട്ടിട്ട്, അതായത് നമ്മൾ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ ശേഷം +2 ഇനി എഴുതിയെടുക്കണം, ഒരു കമ്പനി കയറി 10ാം ക്ലാസ് തന്നെയാണ് നിങ്ങൾ, ഇതാണ് +2 നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് അടുത്ത അതിലോട്ട് ചാൻസ് ഉള്ളൂ, അടുത്ത പ്രൊമോഷൻ കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേന് +2 എഴുതിയാൽ നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ ബ്ലാങ്ക് ഔട്ടാണ്. പിന്നെ ഒന്നേന്ന് പോലും നടക്കൂല. ഇതാണ് കറക്റ്റ് കാര്യം. ഈ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ കൂടുതൽ കുട്ടികൾ കാണട്ടെ. ഇങ്ങനെയുള്ള ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു റിലാക്സേഷൻ ആയിരിക്കും. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം. നെവർ എവർ ഗിവ് അപ്പ്.